ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സെപ്റ്റംബർ 18 വരാപ്പുഴ തിരുപ്പതിയിലെ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ ഒരു മനോഹരമായ ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയുണ്ടായി. വളരെ അടുത്ത് പരിചയമുള്ള ഒരച്ഛനാണ്. അച്ഛൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓർക്കണേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അച്ഛനാണല്ലോ എന്നൊക്കെ വളരെ സുന്ദരമായ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല, അച്ഛനെ പരിചയമുള്ളവർക്കൊക്കെ അച്ഛനെപ്പറ്റി പറയാനുള്ളത് എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായൊരു വൈദികനാണെന്ന് പറയും. കുർബാന ചൊല്ലുന്നതിന് മുമ്പൊക്കെ ഒരു ഒരുക്കമുണ്ട് അച്ഛൻ്റെ. മുട്ടുകുത്തി നിന്നുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് കുർബാനയെല്ലാം പോകണമെന്ന് വിചാരിച്ചു. യാമപ്രാർത്ഥനയുടെ പുസ്തകം അച്ഛൻ്റെ കയ്യിലുണ്ടാകും, അതുകൂടാതെ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടാകും, സകല വിശുദ്ധരുടെയും നൊവേനയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലും കാറിലും അവിടെയൊക്കെ ആയിട്ടുണ്ടാകും. സ്വർഗം ഭൂമിയിൽ കൊണ്ടുവന്ന് ആ സ്വർഗത്തിൻ്റെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് ബഹുമാനപ്പെട്ട ജോളി തപ്പലോടത്തച്ഛൻ എന്ന് ഞാൻ പറഞ്ഞ പരിചയമുള്ള ഒരാൾ പോലും അതിനെതിര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറ തീർന്ന ഒരാട്ടിടേൻ്റെ ഗുണം അതിങ്ങനെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു ശുദ്ധനായ ആട്ടിടയനായിരുന്നു സ്നേഹമുള്ള ജോളിയച്ചൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോളിയച്ചനെ പറ്റി നിങ്ങൾ അറിയണം. ജോളിയച്ചന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജോളിയച്ചനോട് പ്രാർത്ഥിക്കണം. തീ പിടിച്ച ആത്മാവെന്നാണ് ഞങ്ങൾ കളിയാക്കിയിരുന്നത്. അത് കളിയായിരുന്നില്ല, അത് കാര്യമായിരുന്നു. ഇപ്പോൾ എന്നേക്കുമായിട്ട് ശരീരം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ അച്ഛൻ തീർച്ചയായും ഒരുപാട് പേരുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് നിറവേറ്റി തരും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 27 വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതത്തിലൂടെ 200 വർഷത്തിലധികം ജീവിച്ചാൽ ചെയ്തു തീർക്കാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിലെ സെമിത്തേരിയിൽ ഇനി അണയാതെ തിരികൾ ഇങ്ങനെ കത്തി നിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സെപ്റ്റംബർ 18 വരാപ്പുഴ തിരുപ്പതിയിലെ ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയത്തിൽ ഒരു മനോഹരമായ ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയുണ്ടായി. 54 വയസ്സ് പ്രായമുള്ള വരാപ്പുഴ തിരുപ്പതിയിലെ വള്ളുവള്ളി ദേവാലയത്തിൽ സേവനം ചെയ്തിരുന്ന സ്നേഹമുള്ള ജോളി തപ്പലോടത്തച്ഛൻ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതയെ തുടർന്ന് കർത്താവ് വിളിച്ചുകൊണ്ടുപോയി. ആ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകളാണ് അവിടെ നടന്നത്. സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച രാവിലെ ദൈവം ജോളി അച്ഛനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെ അടുത്ത് പരിചയമുള്ള ഒരച്ഛനാണ്. ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോളിയച്ഛനെ പരിചയമുള്ള വേറൊരച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുണ്ടായി, അച്ഛാ, ജോളിയച്ഛനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു പോസ്റ്റ് ഇട്ടുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് ഉടനെ തന്നെ പറഞ്ഞത് എങ്ങനെയായിരുന്നു, എടോ, ജോളിയച്ഛനെ പറ്റിയൊക്കെ നമുക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോ? അല്ലെങ്കിൽ അച്ഛൻ്റെ 4 അയലത്ത് നിൽക്കാനുള്ള ഒരു വിശുദ്ധിയോ ഒരു ജീവിതമോ നമുക്കുണ്ടോ? പിന്നെ എന്തു പറയാനാ അച്ഛനെ പറ്റി? അപ്പം അച്ഛൻ ചേർത്ത് വെച്ചൊരു കാര്യമുണ്ട്. ഇല്ല ചാ, അച്ഛനെപ്പറ്റി ഒരുപാട് പേര് ഇനിയും അറിയണം. അച്ഛൻ്റെ വിശുദ്ധി ഇങ്ങനെ പരക്കണമെന്ന് പറയുന്നത്, ലോകം മുഴുവനിലും അച്ഛൻ്റെ വിശുദ്ധി പരക്കണം. അതുകൊണ്ട് എന്തെങ്കിലും അച്ഛനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, അച്ഛനെപ്പറ്റി പറയാൻ ഒരുപാടുണ്ട്. അച്ഛനെ പരിചയമുള്ളവർക്ക് വാതുവരാതെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും നേരിട്ടും അല്ലാതെയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ ലൈവ് സ്ട്രീമിങ് ഈ അടുത്ത മണിക്കൂറിൽ വീണ്ടും ഒന്ന് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ ഏതാണ്ട് ഒരു 60ഓളം കമൻറ്റുകൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ആ 60ഓളം കമൻറ്റുകളിൽ ഏതാണ്ട് 2-3 കമൻറ്റുകൾ മാത്രമേ അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കി കാണാൻ പറ്റും. ബാക്കിയൊക്കെ ഇട്ടിരിക്കുന്നത്, അച്ഛാ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓർക്കണേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അച്ഛനാണല്ലോ, അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അച്ഛനെ കിട്ടി എന്നൊക്കെ വളരെ സുന്ദരമായ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല, അച്ഛനെ പരിചയമുള്ളവർക്കൊക്കെ അച്ഛനെപ്പറ്റി പറയാനുള്ളത് എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായൊരു വൈദികനാണെന്ന് പറയും. ഒരു വിശുദ്ധനായ വൈദികനാണെന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ, അച്ഛൻ ഈ വിശുദ്ധ കർമ്മങ്ങൾക്കൊക്കെ മുമ്പ്, ഉദാഹരണത്തിന് കുർബാന ചൊല്ലുന്നതിന് മുമ്പൊക്കെ ഒരു ഒരുക്കമുണ്ട് അച്ഛൻ്റെ. ആ ഒരുക്കം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു ഒരുക്കമൊന്നുമല്ല.
മുട്ടുകുത്തി നിന്നുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് കുർബാന എല്ലാം പോകണമെന്ന് വിചാരിച്ചു. അത്രമാത്രം വിശുദ്ധിയോടെ ആൾത്താരയെ സമീപിച്ച ഒരു വിശുദ്ധനായ വൈദികൻ. അച്ഛൻ്റെ കയ്യിലുണ്ടാകുന്ന പുസ്തകക്കെട്ടുകൾ സ്വാഭാവികമായിട്ടും യാമപ്രാർത്ഥനയുടെ പുസ്തകം അച്ഛൻ്റെ കയ്യിലുണ്ടാകും. അതുകൂടാതെ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടാകും. സകല വിശുദ്ധരുടെയും നൊവേനയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലും കാറിലും അവിടെയൊക്കെ ആയിട്ടുണ്ടാകും. അതായത് സകല വിശുദ്ധരോടും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന, പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്തിരുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കൂട്ടുകാരനായിരുന്ന, നടക്കുമ്പോഴൊക്കെ സകല വിശുദ്ധരെയും മാലാഖമാരെയും വിശുദ്ധ ഔസേപ്പിതാവിനെയും പരിശുദ്ധ അമ്മയെയും ഒക്കെ കൂടെ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇവരൊക്കെ എവിടെയാണ് ഉള്ളത്? ഇവരൊക്കെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗം ഭൂമിയിൽ കൊണ്ടുവന്ന് ആ സ്വർഗത്തിൻ്റെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് ബഹുമാനപ്പെട്ട ജോളി തപ്പലോടത്തച്ഛൻ എന്ന് ഞാൻ പറഞ്ഞാൽ പരിചയമുള്ള ഒരാൾ പോലും അതിനെതിര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം വിശുദ്ധിയെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ജോളിയച്ഛനെ പറ്റി അച്ഛൻ്റെ പരിചയമുള്ള, അച്ഛൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള വൈദികരൊക്കെ അച്ഛനെപ്പറ്റി പറയുന്നത് ഇങ്ങനെ കേട്ട് അച്ഛനെ പോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളിലൊരാഗ്രഹം വരിക. ഫ്രാൻസിസ് പാപ്പായുടെ ആടുകളുടെ മണമുള്ള ഇടയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാനിടയായി. ആടുകളുടെ മണം ഇടയനുണ്ടോ എന്നത് എനിക്ക് വ്യക്തമല്ല. പക്ഷേ കറ തീർന്ന ഒരാട്ടിടയൻ്റെ ഗുണം അതിങ്ങനെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു ശുദ്ധനായ ആട്ടിടയനായിരുന്നു സ്നേഹമുള്ള ജോളിയച്ഛൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോളിയച്ഛനെ പറ്റി നിങ്ങൾ അറിയണം. ജോളിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജോളിയച്ഛനോട് പ്രാർത്ഥിക്കണം തീർച്ചയായും. അതും ജോളിയച്ഛനോട് പ്രാർത്ഥിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് കേട്ടോ. എന്താണ്? ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുള്ള മോചനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, മക്കളുടെ വിവാഹം, പഠനം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരിക്കലും അച്ഛൻ്റെ ആ ഒരു മാധ്യസ്ഥ ഉപയോഗിക്കരുതെന്ന് എന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം അച്ഛനൊരു വിശുദ്ധനായി ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് അച്ഛനോട് പ്രാർത്ഥിക്കുമ്പോൾ മിനിമം എന്തെങ്കിലും ഒരു ആധ്യാത്മിക പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാക്സിമം പ്രാർത്ഥിക്കാനുള്ളത് ഒരു വിശുദ്ധനായി ഈ ലോകത്ത് ജീവിക്കാൻ അച്ഛാ എനിക്ക് വേണ്ടി ഈശോയുടെ അടുക്കലൊന്ന് പറയണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് പറയാനായിട്ട് കുറച്ചുകൂടെ തീഷ്ണത കാണിക്കും. മറ്റു കാര്യങ്ങൾ പറയത്തില്ല എന്നല്ല, മറ്റു കാര്യങ്ങൾ പറയും. പക്ഷേ ഇത് പറയാനായിട്ട് അച്ഛന് കുറച്ചുകൂടെ തീഷ്ണതയുണ്ടാകും. തീ പിടിച്ച ആത്മാവെന്നാണ് ഞങ്ങൾ കളിയാക്കിയിരുന്നത്. അത് കളിയായിരുന്നില്ല, അത് കാര്യമായിരുന്നു. ചില സമയത്തൊക്കെ രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെ അച്ഛൻ കുളിച്ച് നല്ല ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ എവിടെയെങ്കിലും പോകാനാണ് വിചാരിക്കും. ഒരിടത്തും പോകാനല്ല. എന്താണ്? അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഇന്നത്തെ പ്രാർത്ഥനകൾ മുഴുവനും ചൊല്ലി തീർത്തിട്ടില്ല, അപ്പോൾ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ടൊന്ന് കുളിച്ചതാണ്. എന്നിട്ട് കുളിച്ച് ഉടുത്തൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് ചൊല്ലി തീർക്കാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ സന്തോഷത്തോടുകൂടെ ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജോളിയച്ഛനെ കാണുമ്പോൾ ആർക്കാ കൊതി തോന്നാതിരിക്കുക? പ്രിയമുള്ളവരെ, തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം അച്ഛൻ്റെ ദേവാലയത്തിൽ സേവനം ചെയ്യാനായിട്ട് പോകാനിട വന്നു. അപ്പം അന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്തൊന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറണം. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ അവിടെ ഉണ്ടാവുമോ? അച്ഛനോടനെ പറഞ്ഞു, ഡേസ ഞാനിവിടെ ഉണ്ടാവത്തില്ല, രൂപതയിൽ ഓർഡിനേഷൻ നടക്കുകയാണ്, എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടോ, പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായി. തമ്പുരാൻ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ തമ്പുരാനോട് വെറുതെ ഇങ്ങനെ പറയുകയും എന്നാലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനിൽ ഞാൻ വള്ളുവള്ളി അമലോത്ഭവ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അച്ഛനെ അടുക്കുക. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, പോയില്ലടോ? അപ്പം അച്ഛൻ പറഞ്ഞു, ഇല്ലടാ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഞാനൊരു 5 മിനിറ്റ് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിയായപ്പോൾ ഒന്ന് കിടന്നാണ്, പക്ഷേ എഴുന്നേറ്റപ്പോൾ 5 മണിയായി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എടോ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, എനിക്കൊന്ന് കുമ്പസാരിച്ചിട്ട് കുർബാനയ്ക്ക് കയറിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അച്ഛനോട് തമാശയായിട്ട് പറഞ്ഞു, കർത്താവ് തന്നെ ഉറക്കിയതാ എനിക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, കർത്താവ് ജോളിയച്ഛനെ ഒരിച്ചിരി നേരത്തേക്ക് ഉറക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഒരു പ്രാർത്ഥന നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ചു നേരത്തെ ഉറക്കത്തിലൂടെ എൻ്റെ ഒരു നിയോഗം സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ എന്നേക്കുമായിട്ട് ശരീരം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ അച്ഛൻ തീർച്ചയായും ഒരുപാട് പേരുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് നിറവേറ്റി തരും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്നു മുതൽ
ഞാൻ സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ മാധ്യസ്ഥ്യം കൂടെ യാചിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോളി അച്ഛൻ വിശുദ്ധനായൊരു വൈദികന്. അച്ഛൻ്റെ മരണവും ശവസംസ്കാരവും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മരിക്കാൻ കൊതിയായിപ്പോയി. കാരണം അത്രമാത്രം അസൂയ തോന്നിക്കുന്ന ഒരു മരണം. അങ്ങനെ അസൂയ തോന്നിക്കുന്ന ഒരു മരണം ആ അച്ഛന് കിട്ടാനുള്ള കാരണം അതിനേക്കാളും അസൂയ തോന്നിക്കുന്ന ഒരു ജീവിതം ആ വ്യക്തി ജീവിച്ചതുകൊണ്ടാണ്. 27 വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതത്തിലൂടെ 200 വർഷത്തിലധികം ജീവിച്ചാൽ ചെയ്തു തീർക്കാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്നത് അച്ഛനെ പരിചയമുള്ള ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പ്രിയമുള്ളവരെ, ചിറ്റൂർ തിരുക്കുടുംബ ദൈവാലയത്തിലെ സെമിത്തേരിയിൽ ഇനി അണയാതെ തിരികളിങ്ങനെ കത്തി നിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അച്ഛൻ തീ പിടിച്ച ആത്മാവായിരുന്നു, വിശ്രമമില്ലാത്തവനായി. ഇനിയും അച്ഛൻ വിശ്രമമില്ലാത്തവനാണ്. എനിക്കും സ്വർഗത്തിനും ഇടയിൽ വിശ്രമമില്ലാതെ ഓടി നടക്കാൻ, വിശ്രമമില്ലാതെ പണിയെടുക്കാൻ, ഏറെ താല്പര്യത്തോടുകൂടെ വെമ്പി നിൽക്കുന്ന ആ വിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. തീർച്ചയായും ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങൾ ഈ ആത്മാവിലൂടെ ഈ ലോകത്തിലേക്ക് ഇനിയും ഒഴുകിയിറങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ പ്രിയമുള്ളവരെ, ജോളി അച്ഛൻ അദ്ദേഹം ഒരു അച്ഛനായിരുന്നു. ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ ഒരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ ജീവിച്ചൊരു വ്യക്തി. അച്ഛന് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അച്ഛൻ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും സ്വയം ഇല്ലാതായി തീർന്നു. ഇനിയും അച്ഛൻ കർമ്മനിരതനായിരിക്കും ആത്മാവിൻ്റെ നിർവൃതി. ആ ആത്മീയ ഉണർവ് സ്വന്തമാക്കാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ ആത്മീയ ശക്തി നമുക്ക് സ്വന്തമാക്കാം. അച്ഛനെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാം. അച്ഛനെപ്പോലെ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം. ഈശോയെ, ഞങ്ങളെയും അതിനനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.